ഏറ്റവും മികച്ച പാരാമെഡിക്കൽ കോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും സ്കോപ്പുള്ള അലൈഡ് ഹെൽത്ത് പാരാമെഡിക്കൽ കോഴ്സ് ഏതാണ്? എന്താണ് അലൈഡ് ഹെൽത്ത് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്നത്? പാരാമെഡിക്കൽ കോഴ്സുകളുടെ ജോലി സാധ്യത അല്ലെങ്കിൽ ഡിമാൻഡ് അല്ലെങ്കിൽ സ്കോപ്പ് എന്താണ്? പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും പുറത്തും ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ BSc നഴ്സിംഗ് ആണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കോഴ്സാണ് ഏറ്റവും നല്ലത് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ ഒരു എപ്പിസോഡ് കണ്ടിട്ട് വേണം ഈ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നുള്ളതാണ്. നമ്മൾ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ വന്നപ്പോൾ BSc നഴ്സിംഗിന് അല്ലെങ്കിൽ നഴ്സിംഗ് സർവീസസിന് വിഭിന്നമായിട്ട് ഇത്തരം മൾട്ടി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ നല്ല സ്കില്ലുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കലിയും അതുപോലെ തന്നെ മെഷീനറിയിലും നോളജ് ഉള്ള ഹൈ സ്കിൽഡ് ടെക്നീഷ്യൻസിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ ഉണ്ടായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മെഡിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാർഡിയാക് എന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, കിഡ്നിക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ഓർത്തോയിൽ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലിന് സെപ്പറേറ്റ് ആണ്, സ്പൈനലിന് സെപ്പറേറ്റ് ആണ്, കണ്ണിന് സെപ്പറേറ്റ് ആണ്, അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അതിനൂതനമായിട്ടുള്ള മെഡിക്കൽ സയൻസിന്റെ വളർച്ചയും മെഷീൻസും അതുപോലെ ടെക്നിക്കൽ അപ്ഡേറ്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല സ്കില്ലുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ എന്ന് പറയുന്നത്. അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ രണ്ട് രീതിയിലാണുള്ളത്. 4 വർഷം കാലയളവുള്ള BSc അലൈഡ് ഹെൽത്ത് കോഴ്സുകളും 3 വർഷത്തെ ഡിപ്ലോമ അലൈഡ് ഹെൽത്ത് കോഴ്സുകളും. ഇതിൽ BSc അലൈഡ് ഹെൽത്ത് കോഴ്സ് പഠിക്കാൻ +2 ബയോളജി സയൻസ് നിർബന്ധമാണ്. എന്നാൽ ബയോളജി പഠിക്കാത്ത +2 കഴിഞ്ഞവർക്ക് അലൈഡ് ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 3 വർഷത്തെ ഡിപ്ലോമ പഠിച്ചിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാം. കൂടാതെ ലാറ്ററൽ എൻട്രിയിലൂടെ സെക്കൻഡ് ഇയർ BSc അലൈഡ് ഹെൽത്ത് കോഴ്സിന്റെ സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്ത് BSc കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഇനി ഡിപ്ലോമ എടുക്കുന്നവരാണെങ്കിലും BSc എടുക്കുന്നവരാണെങ്കിലും അവസാനത്തെ 1 വർഷം ഫുൾ ടൈം ക്ലിനിക്കൽ എക്സ്പ്ലോഷറോടുകൂടിയുള്ള ഇന്റേൺഷിപ്പ് നിർബന്ധമാണ്. അതായത് 4 വർഷത്തെ BSc കോഴ്സിൽ 3 വർഷം കരിക്കുലം ബേസ്ഡ് സിലബസ് ബേസ്ഡ് കോഴ്സും 4ാമത്തെ വർഷം ഇന്റേൺഷിപ്പും, അതുപോലെ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നവർക്ക് 2 വർഷം കരിക്കുലം സിലബസ് ബേസ്ഡ് കോഴ്സും അവസാനത്തെ വർഷം ഇന്റേൺഷിപ്പുമാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് ഏറ്റവും മികച്ച അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് കണ്ടടച്ച് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന 2 കോഴ്സുകൾ, ഒന്ന് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയും 2 മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ്. അതായത് BSc MITയും BSc MLTയും. എന്തുകൊണ്ടാണ് അത് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ നല്ല സാധ്യതയുള്ളത് എന്ന് പറയാൻ കാരണം ഈ 2 ഇൻഡസ്ട്രികളാണ് ഒരു രോഗിയുടെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ രോഗനിർണയത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഡിപ്പാർട്ട്മെന്റുകൾ. മറ്റുള്ള എല്ലാ അലൈഡ് ഹെൽത്ത് കോഴ്സുകളും രോഗം നിർണയിച്ചതിന് ശേഷം അതത് ഡിപ്പാർട്ട്മെന്റിൽ ഹയർ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുമ്പം യൂട്ടിലൈസ് ചെയ്യുന്നതാണെങ്കിൽ ഈ 2 ഡിപ്പാർട്ട്മെന്റുകളും ഏതൊരു രോഗാവസ്ഥയിലുള്ള ഒരാളും അവരുടെ രോഗനിർണയത്തിനും അവരുടെ രോഗത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂട്ടിലൈസ് ചെയ്യുന്ന 2 ഡിപ്പാർട്ട്മെന്റുകളാണ്. അതായത് ഒരു അസുഖമായിട്ട് വരുന്ന ഒരാൾ അയാളുടെ രോഗാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്നത് ലാബുകളിലേക്കാണ് അല്ലെങ്കിൽ ലബോറട്ടറിയിലേക്കാണ്, അല്ലെങ്കിൽ എക്സ്റേ സ്കാനിങ് പോലെയുള്ള MRI പോലെയുള്ള അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കാനിങ് സെന്ററിലേക്കാണ് അല്ലെങ്കിൽ സ്കാനിങ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഇവിടെ ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പറയുന്നതാണ് ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ അല്ലെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മെഡിക്കൽ ലാബ് ടെക്നീഷ്യനെ വാർത്തെടുക്കുന്ന കോഴ്സാണ് MLT, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന BSc കോഴ്സ്. അതുപോലെ തന്നെ ഒരു റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇമേജിംഗ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്ന സ്കാനിങ്, എക്സ്റേ പോലെയുള്ള കാര്യങ്ങൾ നോക്കുന്ന ടെക്നീഷ്യൻസിനെ വാർത്തെടുക്കുന്ന ഒരു കോഴ്സാണ് BSc MIT എന്ന് പറയുന്ന കോഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അലൈഡ് ഹെൽത്ത് കോഴ്സിൽ ഏറ്റവും സ്കോപ്പ് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ലാബ് ടെക്നോളജിക്കും അതുപോലെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് കണ്ണടച്ച് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇതുകൂടാതെ മറ്റൊരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ അലൈഡ് ഹെൽത്ത് കോഴ്സിൻ്റെ അണ്ടറിൽ റൺ ചെയ്യുന്നുണ്ട്. അതിലെടുത്ത് പറയാനുള്ള 2-3 കോഴ്സുകൾ പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ ടെക്നോളജി ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറയുന്ന BSc OT-AT എന്നുള്ളൊരു കോഴ്സ് പറയാൻ കഴിയും. അതായത് സർജറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ
പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ടുന്ന രീതിയിൽ അവിടെ കൊടുക്കേണ്ടുന്ന മെഡിക്കൽ കെയർ, അതുപോലെ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, മെഷീനറി ഓപ്പറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കൽ നോളജ് തുടങ്ങിയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി ടെക്നീഷ്യൻസിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട ഹൈ ക്വാളിറ്റി ടെക്നീഷ്യൻസിനെ വാർത്തെടുക്കുന്ന കോഴ്സുകളാണ്. അതുപോലെ ഓപ്പറേഷന് മുന്നോടിയായിട്ടുള്ള അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ടെക്നീഷ്യൻസിനെ വാർത്തെടുക്കുന്നതാണ് അനസ്തേഷ്യ ടെക്നോളജി. ആ രീതിയിൽ ഒരു സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ടെക്നീഷ്യനാണ് അനസ്തേഷ്യ ടെക്നീഷ്യനും അതുപോലെ ഓപ്പറേഷൻ ടെക്നീഷ്യനും. ഈ രണ്ട് ടെക്നീഷ്യൻസിനെ വാർത്തെടുക്കുന്ന കോഴ്സാണ് ഓപ്പറേഷൻ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്ന BSc കോഴ്സ്. അതുകൂടാതെ ഇന്ന് നമുക്കറിയാം നമ്മളെ കിഡ്നി ഫെയിലിയർ ആവുന്ന പേഷ്യൻസിന്റെ എണ്ണം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ചെയ്യാനുള്ള കാര്യം ഡയാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഒരു പ്രൊസീജിയർ പലർക്കും അറിയായിരിക്കും. നമ്മളെ കിഡ്നി ഫിൽറ്റർ ചെയ്ത് ആ ഒരു രീതിയിലുള്ള മെഷീൻ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡയാലിസിസ് പ്രൊസീജിയർ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ ഡയാലിസിസ് പ്രൊസീജിയർ ചെയ്യുന്ന ആ പേഷ്യൻസിന് കൊടുക്കേണ്ടുന്ന കെയർ, ആ പേഷ്യൻസിന് കൊടുക്കേണ്ടുന്ന മെഡിക്കൽ കെയർ, അതുപോലെ ആ ഒരു മെഷീൻ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി, അവിടെ കൃത്യമായിട്ടുള്ള പ്രൊഫഷണലിസത്തോടു കൂടെ ഹൈലി ക്വാളിറ്റിയോടുകൂടെ ഡയാലിസിസ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ടാണ് BSc ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഉള്ളത്. ഇതും നല്ല ഡിമാൻഡുള്ള സ്കോപ്പുള്ള കോഴ്സുകളാണ്. പിന്നെ പലർക്കും അറിയാത്ത മറ്റൊരു വിഭാഗം അലൈഡ് ഹെൽത്ത് കോഴ്സാണ് എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണാൻ കഴിയും. നമുക്കൊരു ഇൻസ്റ്റന്റ് എമർജൻസി വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അവശതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ രോഗിനെയും കൊണ്ട് വളരെ എമർജൻസി ആയിട്ട് പോകുന്നത് അതത് ഡിപ്പാർട്ട്മെന്റുകളിലേക്കല്ല. ഇപ്പോൾ ഒരു ഹാർട്ട് വേദനയായിട്ട് വരുന്ന ഒരാളെ നേരെ കാർഡിയാക് കെയറിലേക്കല്ല കൊണ്ടുപോയി, നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി അവിടെ പരിശോധിച്ച് വേണ്ടുന്ന രോഗനിർണയം നടത്തി എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടാണ് അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, മാറ്റുക. അപ്പോൾ ആ ഒരു സമയത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യേണ്ട രീതി, ആ പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ട രീതി, അവിടെയുള്ള മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അവിടെ ഒരു എമർജൻസി പേഷ്യന്റിന് കൊടുക്കേണ്ടുന്ന ഒരു കെയർ, ട്രോമ കെയർ, മെഡിക്കൽ സർവീസസ് ഒക്കെ പഠിപ്പിക്കുന്ന ആ രീതിയിൽ ഒരു ടെക്നീഷ്യനെ വാർത്തെടുക്കുന്ന കോഴ്സാണ് എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ എന്ന് പറയുന്നത്. ഇത് പലർക്കും അറിയാത്ത വളരെ പ്രധാനപ്പെട്ട നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സാണ്. പിന്നെ അതുപോലെ റെസ്പിറേറ്ററി കെയർ ഉണ്ട്, പിന്നെ ഒപ്റ്റോമെട്രി ഉണ്ട്, BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, BSc റെസ്പിറേറ്ററി കെയർ ഉണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷമൊക്കെ വളരെ സ്കോപ്പോടുകൂടെ വന്നിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് അതൊക്കെ. ചുരുക്കി പറഞ്ഞാൽ അലൈഡ് ഹെൽത്ത് കോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഭാഗമായിട്ട് വളരെ നൂതനമായിട്ടുള്ള മെഷീനറീസും ഡയഗ്നോസിസ് ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അത്തരം മെഡിക്കൽ നോളജും ടെക്നിക്കൽ നോളജും ഉള്ള സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇന്റൻഷനോടുകൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ. ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ കണ്ണ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പണ്ട് ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളെ കണ്ണ് പരിശോധിക്കും, കാഴ്ചയുടെ അന്നത്തെ അവസ്ഥ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മളുടെ കണ്ണാടിയിൽ നോക്കി വായിപ്പിക്കുകയും ലെൻസ് വെച്ച് വായിപ്പിച്ച് നമ്മളുടെ കാഴ്ചയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്പെക്സ് തന്നിട്ട് വിടുകയാണ് ചെയ്തത്. ഇന്ന് നമുക്കറിയാം, ഇന്നൊരു കണ്ണ് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ടെക്നീഷ്യൻ ഇരിക്കുന്നുണ്ടോ, അയാളാണ് നമ്മളുടെ കണ്ണ് മുഴുവൻ പരിശോധിച്ച് ലെൻസ് വെച്ച് നമ്മളുടെ കാഴ്ചയുടെ ഇപ്പം നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിനനുസരിച്ചാണ് ഒരു ഡോക്ടർ നമുക്ക് വേണ്ടുന്ന സ്പെക്സും നമുക്ക് വേണ്ടുന്ന മെഡിസിൻസും കാര്യങ്ങളൊക്കെ പിന്നെ തരുന്നതും ഡയഗ്നോസ് ചെയ്യുന്നതും നമുക്ക് വേണ്ടുന്ന സൊല്യൂഷൻ തരുന്നതൊക്കെ. ആ രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി കഴിഞ്ഞാൽ അത് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഓർത്തോയിലാണെങ്കിലും സ്പൈൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും സർജറി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു ടെക്നീഷ്യൻസ് ഉണ്ടാവും. ഈ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് അതത് പർട്ടിക്കുലർ അലൈഡ് ഹെൽത്ത് കോഴ്സ് പഠിച്ചിറങ്ങി വന്നിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ്. അപ്പോൾ ഏകദേശം എന്താണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകളെന്നും അതിലൂടെ ഉണ്ടാവുന്ന ഒരു സാധ്യതകൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ ജോലി സാധ്യതകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മുതൽ മെഡിക്കൽ കോളേജ് പോലെയുള്ള അതായത് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സുകളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതിന്റെ ഒരു ടെക്നീഷ്യൻസിന്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതൊരു ക്ലിനിക്കിലാണെങ്കിലും ചെറിയ ഹോസ്പിറ്റലുകളാണൊക്കെ ലബോറട്ടറി എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസിന്റെ സ്കോപ്പ് ഏറ്റവും കൂടുതലാണെന്ന് പറയാനുള്ള കാരണം അതായിരുന്നു. അതുകൂടാതെ സ്കാനിങ് ഡിപ്പാർട്ട്മെന്റും എല്ലാ സാധാ ഹോസ്പിറ്റലുകളും ഉണ്ടാവും.
അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ 2 കോഴ്സുകൾക്ക് ഹൈലി ഡിമാൻഡ് ഉണ്ട്. മറ്റു കോഴ്സുകളൊക്കെ ഡിമാൻഡ് ഇല്ല എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ അത്തരം മൾട്ടി സ്പെഷ്യാലിറ്റി വലിയ ഹോസ്പിറ്റലുകളിലാണ് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ ഹോസ്പിറ്റലുകളിലാണ് നിങ്ങൾക്ക് ജോലി സാധ്യത വരുന്നത്. അതുകൊണ്ട് തന്നെ സാലറി പോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നല്ല പാക്കേജും നല്ല സാലറിയും ഒക്കെ അലൈഡ് ഹെൽത്ത് ടെക്നീഷ്യൻസിന് കിട്ടാറുമുണ്ട്. അതുകൊണ്ട് അലൈഡ് ഹെൽത്ത് കോഴ്സ് ഒരിക്കലും മോശമാണെന്നൊരു അഭിപ്രായമില്ല. നല്ല സ്കോപ്പുള്ള നല്ല സാലറി ഉള്ള വിദേശത്തും സ്വദേശത്തും നല്ല ഡിമാൻഡുള്ള കോഴ്സുകളാണ്. എന്നാൽ ഒരു പ്ലേസ്മെന്റ് റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ BSc നഴ്സിംഗുകാർക്കാണ് കൂടുതൽ ജോലി സാധ്യത കമ്പാരിറ്റീവ്ലി. ഞാൻ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു 10 പേരെ അല്ലെങ്കിൽ 100 പേരെ എടുക്കുമ്പോൾ അതിലൊരു 60-70% BSc നഴ്സിംഗുകാരെയും ഒരു 20-30% ടെക്നീഷ്യൻസിനും എടുക്കുക. പക്ഷേ ജോലി സാധ്യതയും ഡിമാൻഡും സാലറിയൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല സെക്യൂർ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല പ്രൊഫഷനായിട്ട് തന്നെ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾക്ക് സാധ്യതയുണ്ട്, ഡിമാൻഡ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ കൂടാതെ വേറെ ഏതൊക്കെയാണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ ഉള്ളത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കോഴ്സിൽ തന്നെ ഏറ്റവും മികച്ച കോഴ്സുകൾ ഏതൊക്കെയാണ്, അത് എവിടെയൊക്കെയാണ് പഠിക്കേണ്ടത്, നമ്മൾ കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ള കോളേജുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ ഇത്തരം മികച്ച കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച കോളേജുകളിൽ ഒരു തേർഡ് പാർട്ടിയുടെയും ചൂഷണങ്ങൾക്ക് വിധേയമാകാതെ പറ്റിക്കപ്പെടലുകൾക്ക് വിധേയമാകാതെ ₹1 സർവീസ് ചാർജ് തരാതെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും A to Z കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ടാഗ്ലൈനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റു കോഴ്സുകളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ പുതിയ കോഴ്സുകളെ കുറിച്ചും പുതിയ കോളേജുകളെ കുറിച്ചും ക്യാമ്പസ് വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പം മറ്റു കോളേജിൻ്റെ വിശേഷങ്ങളും കോഴ്സിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് മനാഫ് signing off.